തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കനത്ത മത്സരം നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ആന്ധ്രാപ്രദേശിന്. ആന്ധ്രയിൽ 2019 ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലുള്ള വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിക്കും അദ്ദേഹത്തിന്റെ YSR കോൺഗ്രസിനും TDPയും കോൺഗ്രസും ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. അപ്പുറത്ത് തെലങ്കാനയിൽ ഭരണം പിടിച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയ തുടർച്ച ആവർത്തിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ആന്ധ്രയിലെ കോൺഗ്രസ് നേതാക്കൾ. 175 നിയമസഭാ സീറ്റുകളിലേക്കും 29 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുമാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രയിലെ ജനങ്ങളോട് പറയുന്നത്. 2019 പോലെ അത്ര എളുപ്പമല്ല YSR കോൺഗ്രസിന് കാര്യങ്ങൾ. ജഗന്റെ സഹോദരി YS ശർമിളയെ PCC അധ്യക്ഷയാക്കിയാണ് കോൺഗ്രസ് പ്രചാരണം മുൻപോട്ടു പോകുന്നത്. TDP, ജനസേന, BJP സഖ്യവും ശക്തമായി രംഗത്തുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം തന്നെയാണ് ആന്ധ്രയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ പൊതുയോഗത്തിലുണ്ടായ കല്ലേറ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് YSR കോൺഗ്രസ്. TDP നടത്തിയ ആക്രമണമാണിതെന്നാണ് YSRCP ആരോപിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോയായി എത്തിയാണ് ജഗൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അഴിമതിരഹിത ഭരണവുമാണ് ജഗൻ പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസും TDP, ജനസേന, BJP സഖ്യവും സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കുകയാണ്. കർഷക പ്രശ്നങ്ങളും സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളും സർക്കാരിന്റെ അഴിമതിയുമൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രചാരണം. TDPക്ക് ഭരണം ലഭിച്ചാൽ മദ്യത്തിന് വില കുറയ്ക്കുമെന്നും ഗുണമേന്മ ഉറപ്പാക്കുമെന്നും TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു നൽകിയ വാഗ്ദാനം ഏറെ ചർച്ചയായിരുന്നു. തെലങ്കാനയിലും ത്രികോണ മത്സരമാണ്. ഭരണകക്ഷിയായ കോൺഗ്രസ് BRS, BSP സഖ്യത്തിനെതിരെയും BJPക്കെതിരെയുമാണ് മത്സരിക്കുന്നത്. ഹൈദരാബാദ് മേഖലയിൽ മജ്ലിസ് പാർട്ടിയും രംഗത്തുണ്ട്. ഇത്തവണ സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് എല്ലാ കക്ഷികളുടെയും ശ്രമം. കോൺഗ്രസിനെതിരായ ആരോപണങ്ങളാണ് തെലങ്കാനയിൽ BJP കാര്യമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് BRS നേടിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറി. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതി. ന്യൂസ് ഡെസ്ക് 24.